ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ്മ മെത്രാപ്പൊലീത്ത തിരുമേനി, വൈദിക കോൺഫറൻസിൻ്റെ വേദപഠന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ തിരുമേനിമാർ, വികാരി ജനറൽ അച്ഛന്മാർ, സഭാ സെക്രട്ടറി അച്ഛൻ, വൈദിക കോൺഫറൻസിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട KM ജോൺസൺ അച്ഛൻ, ട്രഷറർ ബിജു ജോൺ അച്ഛൻ, കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ ഗുരുശ്രേഷ്ഠന്മാർ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നിത്യാവിശ്വാസ പ്രമാണം രൂപീകൃതമായതിൻ്റെ 1700-ാം വർഷം ആഘോഷിക്കുന്ന ഈ ദിനങ്ങളിൽ നിത്യാവിശ്വാസ പ്രമാണം, പ്രഖ്യാപനം, ചരിത്രം, സാക്ഷ്യം എന്ന വിഷയം പഠിക്കുവാൻ ഈ വർഷത്തെ വൈദിക കോൺഫറൻസിലൂടെ നമ്മൾക്ക് സാധ്യമായി തീർന്ന ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് 1000 സ്തുതിസ്തോത്രത്തെ അർപ്പിക്കുന്നു. പ്രകാരം ഈ വൈദിക കോൺഫറൻസിൽ വേദപഠനം നടത്തുവാൻ തക്കവണ്ണം എന്നെ ബലപ്പെടുത്തുന്നതായ ദൈവകൃപയ്ക്കും അതിനെനിക്ക് അനുവാദം നൽകി തന്നതായ മാർത്തോമ്മ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും വൈദിക കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ സെറാഫീം തിരുമേനിയോടും അഭിവന്യ തിരുമേനിമാരോടും ജനറൽ കൺവീനറായിരിക്കുന്ന അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും പ്രിയ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ദൈവവചന പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനം. The book of Revelation, chapter 5, verses 1 to 14. അതിൻ്റെ 6-ാമത്തെയും 12 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങളും വായിക്കുന്നു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവർ അത്യുച്ചത്തിൽ, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദവാക്യത്തെ ആസ്പദമാക്കി അറുക്കപ്പെട്ട കുഞ്ഞാട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, സ്ലോട്ടേഡ് ലാം, ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന വിഷയം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്നതായ പ്രഭാതത്തിനും അതിൻ്റെ നന്മകൾക്കും നന്ദി പറയുന്നു. രാത്രിയിൽ നിന്റെ കൃപയും നിന്റെ കരുണയും നിന്റെ കാവലും ഉണ്ടായിരുന്നു ഞങ്ങളെ നീ പരിപാലിച്ചല്ലോ. പ്രഭാതത്തിൽ എഴുന്നേറ്റ്
അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആരാധനയ്ക്കും തുടർന്ന് ദൈവവചനത്തിൽ നിന്നും പഠിക്കുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന കൃപകൾക്ക് നന്ദി. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓർത്തഡോക്സി വിത്തൗട്ട് ഓർത്തോപ്രാക്സി ഈസ് നോട്ട് എ ട്രൂ റിലീജിയൻ. Orthodoxy with orthopraxy is the true religion. Orthodoxy without orthopraxy is not a true religion. Orthodoxy with orthopraxy is the true religion. The right belief and right practices are both essential for a complete and authentic religious life. The orthodoxy and orthopraxy both are intertwined or integrated and necessary for a holistic faith. നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ ശരിയായ വിശ്വാസവും അതിൻ്റെ പ്രായോഗികതയും ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ വിശ്വാസ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധ്യമല്ലാതെ പോകും. ആദിമ സഭയുടെ വിശ്വാസ സമൂഹം വ്യത്യസ്തമാകുന്നതായ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നതായി പുതിയ നിയമ പുസ്തകങ്ങൾ പഠിക്കുന്നതായ സമയത്ത് നമ്മൾക്ക് വളരെ വ്യക്തതയോടുകൂടെ കാണുവാനായിട്ട് വേണ്ടി സാധിക്കും. 3 പ്രധാനപരമായിരിക്കുന്ന പ്രതിസന്ധികളാണ് ആദിമസഭ അഭിമുഖീകരിച്ചതായ പ്രതിസന്ധികൾ എന്നത്. ഒന്നാമത്തേത് ദി ഇംപീരിയലിസം ഓഫ് ദി റോമൻ എംപയർ. ദി ഇംപീരിയലിസം ഓഫ് ദി റോമൻ എംപയർ. റോമൻ എംപയർ ആദിമസഭയുടെയും ആദിമകാലത്തിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ മുൻപോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു ഇംപീരിയലിസമാണ് ചക്രവർത്തി ആരാധന എന്നുള്ളത്. റോമൻ ചക്രവർത്തിമാരെ ദൈവമായി, ദ ലോർഡ് ആയി പ്രഖ്യാപിക്കപ്പെടുകയും ചക്രവർത്തിയെ ആരാധിക്കാത്തവരെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു ആരാധനാ രീതി സമൂഹം 1-ാം നൂറ്റാണ്ടിൽ വളരെ വ്യക്തതയോടുകൂടി ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും എളുപ്പമായിരിക്കുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. 1 Corinthians chapter 12 verse 3. പരിശുദ്ധാത്മാവിനാലല്ലാതെ ഒരാൾക്ക് യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറവാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നു. യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുമ്പോൾ റോമൻ എംപറർ ഈസ് ദ ലോർഡ് ആൻഡ് ദ ഗോഡ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതായ ചക്രവർത്തി ആരാധന നിലനിൽക്കുന്ന ഒരു സമൂഹം. ഇവിടെ ചക്രവർത്തി ആരാധന സൃഷ്ടിക്കുന്നതായ ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, മത പ്രതിസന്ധികളുണ്ട്. നമ്മൾക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായിരിക്കുന്നതായ സംഭവങ്ങളാണ്. ഇവിടെ ഉണ്ടാകുന്നതായ ഇമ്പീരിയൽ എക്കണോമിയുണ്ട്. ഒരു ഇമ്പീരിയലിസം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പീരിയൽ എക്കണോമി. ആ ഇമ്പീരിയൽ എക്കണോമി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്, ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ട്. ഒരു സാമൂഹികപരമായിരിക്കുന്ന ഒരു അനീതി ഈ ഇമ്പീരിയലിസത്തിലൂടെ നടത്തപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം പഠിക്കുന്നതായ സമയത്തും ഈ പറയുന്നതായ ഇമ്പീരിയലിസത്തെ വളരെ വ്യക്തതയോടുകൂടി, ഇമ്പീരിയലിസത്തിന്റെ എക്കണോമിയെ വളരെ വ്യക്തതയോടുകൂടെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിലനിന്നിരുന്ന ഏറ്റവും വലിയൊരു കൾച്ചറാണ് പേട്രൺ ക്ലൈന്റ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. സാധാരണ പറയുന്ന ഒരു വാക്യം എന്ന് പറയുന്നത്
patron client relationship is the backbone of the Roman economy എന്നാ പറയുന്നത്. റോമൻ എക്കണോമിയുടെ ഒരു ബാക്ക്ബോൺ ആയിരിക്കുന്നത് ഈ പേട്രൺ ക്ലയന്റ് എന്ന് പറയുന്നതായ റിലേഷൻഷിപ്പാണ്. ഇതിലൂടെ രൂപീകൃതമാകുന്ന ഒരു പവർ സിസ്റ്റം ഉണ്ട്. ചക്രവർത്തി ആരാധന രൂപീകൃതമായി തീർന്നതായ ഇമ്പീരിയൽ എക്കണോമിയിൽ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിൽ അവിടെ നിലനിൽക്കുന്നതായ ഒരു പവർ സിസ്റ്റം ഉണ്ട്. ഈ പവർ സിസ്റ്റത്തിലൂടെ രൂപീകൃതമായി തീരുന്ന ഒരു ഇമ്പീരിയൽ അതോറിറ്റേറ്റീവ് ലാംഗ്വേജ് ഉണ്ട്. ഒരു ഇമ്പീരിയൽ അതോറിറ്റേറ്റീവ് ലാംഗ്വേജ് ഈ ഭാഷ സൃഷ്ടിക്കുന്ന, ഇമ്പീരിയൽ അതോറിറ്റേറ്റീവ് ലാംഗ്വേജ് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പീരിയൽ ലിറ്റേർജി ഉണ്ട്. ഈ ഇമ്പീരിയൽ ലിറ്റേർജിയെയും ഇമ്പീരിയൽ അതോറിറ്റേറ്റീവ് ലാംഗ്വേജിനെയും ഇമ്പീരിയൽ പവർ സിസ്റ്റത്തെയും സോഷ്യൽ ഇൻജസ്റ്റിസിനെയും ഇമ്പീരിയൽ എക്കണോമിയും ഒക്കെ വെല്ലുവിളിക്കുന്ന ടെക്സ്റ്റാണ് ബുക്ക് ഓഫ് റെവലേഷൻ എന്നുള്ളത്. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്വം സൃഷ്ടിക്കുന്ന അസമാധാനം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന വാക്ക് ഒരു എലീറ്റ് കമ്മ്യൂണിറ്റിക്ക് മാത്രം യോഗ്യമായി തീരുന്ന ഒരു സ്ഥലത്ത് അവർ സൃഷ്ടിക്കുന്ന ഒരു അസമാധാനത്തിൽ ആദിമസഭ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്നാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന അടുത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് ഇമ്പീരിയലിസം ഓഫ് ദി ജൂയിഷ് റിലീജിയൻ ആണ്. ജുഡായിസം അല്ലെങ്കിൽ യഹൂദ മതം സൃഷ്ടിച്ചു വെക്കുന്നതായ ഒരു ഇമ്പീരിയൽ കൾച്ചർ ഉണ്ടായിരുന്നു. ആ ഇമ്പീരിയൽ കൾച്ചറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മൊണോത്തിസ്റ്റിക് തിയോളജി ഉണ്ട്. അവർ ഫോം ചെയ്യുന്ന ഒരു മൊണോത്തിസ്റ്റിക് തിയോളജി, ഒരു മൊണോത്തിസ്റ്റിക് ഫെയ്ത്ത് ഉണ്ട്. ആ വിശ്വാസത്തിൽ വളരെ വ്യക്തതയോടുകൂടെ യഹൂദ മതം പറയുന്നത് യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ളതാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ദ ഗോഡ്. കാരണം there is only one God. യേശുക്രിസ്തു ദൈവമാണ് എന്ന് അവർ അഫേം ചെയ്യുകയാണ് എങ്കിൽ അത് അവരുടെ ദൈവശാസ്ത്രത്തെയും അവരുടെ ദൈവശാസ്ത്രത്തിന്റെ ചിന്താഗതികളെയും വളരെ വ്യക്തതയോടുകൂടെ ബാധിക്കുന്നതായിട്ട് തീരാനായിട്ട് സാധിക്കും. രണ്ടാമത് അവരുടെ ഇമ്പീരിയലിസത്തിന്റെ അടുത്തൊരു തലമാണ് ഇത് അൺഹോളി നെക്സസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ദ പൊളിറ്റിക്സ്. ദ അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ദ റിലീജിയൻ ആൻഡ് ദ പൊളിറ്റിക്സ്. മതവും രാഷ്ട്രവും തമ്മിൽ, മതവും സ്റ്റേറ്റും തമ്മിലുള്ളതായ ഒരു അൺഹോളി നെക്സസ്, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് യേശുക്രിസ്തുവിനെ ക്രൂശ് മരണത്തിലേക്ക് നയിക്കപ്പെടുവാനിടയായിട്ട് തീരുന്നത്. ദേവാലയ ശുദ്ധീകരണത്തിലും അതുപോലെ തന്നെ യഹൂദ മത നേതൃത്വം ഇത്രയും മാത്രം കോപാധിഷ്ഠിതമായി തീരാൻ കാരണം ശബത്തിനെ ചോദ്യം ചെയ്യുമ്പോഴും അവർ കോപാധിഷ്ഠിതമായി തീരുവാൻ കാരണം ഈ പറയുന്നതായ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ. മൂന്നാമത് ഇമ്പീരിയലിസം ഓഫ് ദ റിലീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഹൂദ മത നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്ന അവർ പറയുന്ന ഒരു സംഭവമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരൊരിക്കലും യഹൂദ മതത്തിന്റെ സെക്ടേറിയനിസത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നതായ ഒരു ചിന്താഗതി അവർ മുൻപോട്ട് വെക്കുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന സംഗതി, ഈ ആദിമ ക്രൈസ്തവ വിശ്വാസ സമൂഹം ദേ എക്സ്പെൽ ഫ്രം ദ സിനഗോഗ്. സിനഗോഗുകളിൽ തന്നെ അവരെ ഇല്ലായ്മയാക്കി തീർക്കുന്ന, അവരെ പുറത്തേക്ക് കളയുന്നതായ സംഭവങ്ങൾ വളരെ വ്യക്തതയോടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത് ആദിമസഭ നേരിട്ടിരുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ദി ഇമ്പീരിയലിസം ഓഫ് ദ ഫിലോസഫിക്കൽ വേൾഡ് വ്യൂ ആണ്. തത്വശാസ്ത്രം ഉയർത്തിയ സാമ്രാജ്യത്വമാണ് ദി ഇമ്പീരിയലിസം ഓഫ് ദി ഫിലോസഫിക്കൽ വേൾഡ് വ്യൂ. അതിൽ രണ്ട് പ്രധാനപ്പെട്ടതായിരിക്കുന്നതായ സംഗതികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, ഫോൾസ് ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ പഠിപ്പീരുകൾ നടക്കുന്നതായ ഒരു കാലം. നമുക്കത് ജ്ഞാനവാദ സിദ്ധാന്തത്തിലൂടെയൊക്കെ നമുക്ക് വളരെ വ്യക്തതയോടുകൂടെ നമുക്കറിയാവുന്നതായ ആളുകളാണ്. പുതിയ നിയമപുസ്തകങ്ങളുടെ രൂപീകരണം അവിടെ സാധ്യമായി തീരുന്നത് എങ്ങനെയാണെന്നറിയാം. രണ്ടാമത് മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നോൺ എസ്കറ്റോളജിക്കൽ ടീച്ചിങ് ആണ്. ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതായ വിശ്വാസ സമൂഹത്തിലെ യൗവനസ്ഥരായിരിക്കുന്നതായ ആളുകളുടെ മുമ്പിൽ
ഒന്നാം നൂറ്റാണ്ടിന്റെ തത്വശാസ്ത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത്? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അപ്പൊ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ക്രിസ്തു ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, അവൻ വീണ്ടും വരുമെന്ന്. അപ്പോസ്തലരുടെ പുസ്തകം പഠിക്കുന്ന സമയത്ത് അത് വളരെ വ്യക്തതയോടെ കാണാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തവനായ ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അവൻ വരുമെന്ന് പറയുന്നതായ വാക്ക്, അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചിരുന്ന ജനം അന്നുണ്ടായിരുന്നതായ തത്വശാസ്ത്ര ചിന്താഗതികൾക്ക് എതിരെ നിൽക്കുമ്പോൾ അവരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? പ്രത്യേകിച്ച് 2 Peter chapter 3 verse 3, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, വേർ ഈസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ? അതിന് പത്രോസ് വളരെ വ്യക്തതയോടുകൂടിയാണ് 2 Peter chapter 3-ൽ ഉത്തരം നൽകപ്പെടുന്നത്. 1-ാം നൂറ്റാണ്ടിന്റെ തത്വശാസ്ത്രം ഉയർത്തിയതായ ഈ വെല്ലുവിളികളുടെ മുഖത്ത് വെളിപാട് പുസ്തകം 22-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ വെളിപാട് പുസ്തകം എഴുതിയതായ യോഹന്നാൻ വളരെ വ്യക്തതയോടെ പറയുന്ന വാക്കുണ്ട്, ആമേൻ, യേശുവേ വരണമേ. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ വിശ്വാസ സമൂഹം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നതായ ദൈവജനം, അവരന്നുണ്ടായിരുന്നതായ റോമൻ ഇമ്പീരിയലിസത്തിന്റെ പ്രതിസന്ധിയും അന്നുണ്ടായിരുന്നതായ ജൂയിഷ് ലീജിയന്റെ പ്രതിസന്ധികളിലും അന്നുണ്ടായിരുന്നതായ തത്വശാസ്ത്രത്തിന്റെ പ്രതിസന്ധികളിലും തളരാതെ വണ്ണം പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇവരുടെ മുമ്പിൽ വയ്ക്കപ്പെടുന്ന 3 സാധ്യതകളുണ്ട്. അതിൽ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് റിക്കാൻറ്റ് ആൻഡ് ഡിനേ ദ ഫെയ്ത്ത് എന്നുള്ളതാണ്. വിശ്വാസത്തെ അകന്ന് വിശ്വാസത്തെ വിട്ട് യാത്ര ചെയ്യാം, വിശ്വാസത്തിൽ നിന്ന് ദൂരേക്ക് മാറി യാത്ര ചെയ്യാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുന്ന സമയത്ത് പറയുന്നത്, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ വിശ്വാസത്തിൽ നിന്ന് ദൂരേക്ക് മാത്രം യാത്ര ചെയ്യുവാനുള്ള എല്ലാ സാധ്യതകളെയും മുൻപിൽ വരികയാണ്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റിയാണ്. കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി, ആത്മീയതയെ, അല്ലെങ്കിൽ അവർ പറയുന്നതായ ദൈവകൃപയെ എംപററിന്റെ മുമ്പിലും ഫിലോസഫിക്കൽ വേൾഡിന്റെ മുമ്പിലും കൊണ്ട് കോംപ്രമൈസ് ചെയ്തിട്ട് ക്രിസ്ത്യാനിയാണോ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ നാമധേയ ക്രൈസ്തവ വിശ്വാസ സമൂഹമായി ജീവിക്കുവാനുള്ള സാധ്യത. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഓപ്പൺലി കൺഫസ് ക്രൈസ്റ്റ് ആൻഡ് ഫേസ് പെർസിക്യൂഷൻ എന്നുള്ളതാണ്. ഓപ്പൺലി കൺഫസ് ക്രൈസ്റ്റ് ആൻഡ് ഫേസ് പെർസിക്യൂഷൻ, ക്രിസ്തുവിനെ പരസ്യമായിട്ട് ഏറ്റുപറയുക, അതിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ തക്കവണ്ണം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. അങ്ങനെ ഒരു നവഗാനം, ഒരു നവഗീതം പാടിയതുകൊണ്ട്, ഒരു നവഭാഷ പാടിയതുകൊണ്ട് പത്മോസ് എന്ന് പറയുന്നതായ ദ്വീപിൽ അകപ്പെടുന്നതായ യോഹന്നാൻ അന്നത്തെ വിശ്വാസ സമൂഹം നേരിട്ടതായ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് വേണ്ടിയാണ് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ വെളിപാട് പുസ്തകം എഴുതപ്പെടുവാൻ ഇടയായി തീരുന്നതായ സാഹചര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെളിപാട് പുസ്തകം 3 വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളെ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസ സമൂഹത്തോട് പറയുക ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ടു സ്ട്രെങ്തൻ ദ ഫെയ്ത്ത് ഓഫ് ദ ബിലീവിംഗ് കമ്മ്യൂണിറ്റി. ടു സ്ട്രെങ്തൻ ദ ഫെയ്ത്ത് ഓഫ് ദ ബിലീവിംഗ് കമ്മ്യൂണിറ്റി, വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2, ടു ഹെൽപ്പ് ദം ടു ലീവ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ വളർന്നു വരുവാൻ, ജീവിക്കുവാൻ അവരെ സഹായിക്കുകയാണ്. 3, ടു പ്രിപ്പയർ ദ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി ഫോർ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ഒരുക്കിയെടുക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് തന്നെ വെളിപാട് പുസ്തകത്തെ പഠിക്കുന്നതായ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യോഹന്നാൻ ഈ വിശ്വാസ സമൂഹത്തെ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അധികാരത്തിന്റെ ഭാഷ
ആരാധനയുടെ ഭാഷയെ വെല്ലുവിളിച്ചപ്പോൾ, ചക്രവർത്തി ആരാധനയുടെ നെറുകയിൽ ആദിമസഭ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ ഇടയായിട്ട് തീരുന്നത്. അധികാരത്തിന്റെ ഭാഷ ആരാധനയുടെ ഭാഷയെ വെല്ലുവിളിച്ചപ്പോൾ, ചക്രവർത്തി ആരാധനയുടെ നെറുകയിൽ ഹി ഈസ് റിസൺ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നതായ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, വിശ്വാസത്തിന്റെ അടിത്തറയെ കൊണ്ടെത്തിക്കുവാൻ സാധ്യമായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വളരെ വ്യക്തതയോടെ പറയുന്നത്, the gates of hell shall not prevail. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കാരണം ഇത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഇത് റിസറക്റ്റഡ് ക്രൈസ്റ്റിലാണ്, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നിത്യവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായ അഫർമേഷൻ കാണുവാനായിട്ട് സാധിക്കുന്നത്. വെളിപാട് പുസ്തകം തുടർന്ന് പഠിക്കുന്നതായ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യത്യസ്തമാകുന്നതായ ഫെയ്ത്ത് അഫർമേഷൻസ് ഉണ്ട്. ഇവിടെ പറയുന്നതായ ഫെയ്ത്ത് അഫർമേഷൻസ് എന്ന് പറയുന്നത് വെളിപാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലും 21-ാം അധ്യായം 6-ാം വാക്യത്തിലും 22-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും കാണുന്ന ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ദി ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ്, ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്. യേശുക്രിസ്തു സകല സൃഷ്ടിയുടെയും സൃഷ്ടിതാവാകുന്ന ദൈവമാകുന്നു എന്ന പ്രഖ്യാപനം നടത്തുക ചെയ്യുന്നു. നിത്യാവിശ്വാസ പ്രമാണം പഠിക്കുന്നതായ സമയത്തും ഈ പ്രഖ്യാപനം നമുക്ക് വളരെ വ്യക്തതയോടെ കാണാം. സകല സൃഷ്ടിയുടെയും നിർമ്മിതാവായിരിക്കുന്നവനായ ദൈവത്തെ വിശ്വാസ പ്രമാണം വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുക ചെയ്യുന്നു. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ 3-ാമത്തെ റൂസ്മ വളരെ വ്യക്തതയോടെ പറയുന്നത്, അൺക്രിയേറ്റഡ്, സെൽഫ് എക്സിസ്റ്റന്റ്, അഡോറബിൾ, ഇറ്റേണൽ ആൻഡ് വൺ ഇൻ എസൻസ്. അൺക്രിയേറ്റഡ്, സെൽഫ് എക്സിസ്റ്റന്റ്, അഡോറബിൾ, ഇറ്റേണൽ ആൻഡ് വൺ ഇൻ എസൻസ്. ഈ ലിറ്റേർജിക്കൽ അഫർമേഷൻസ് എല്ലാം വെളിപാട് പുസ്തകം പ്രത്യേകിച്ച് 4-ഉം 5-ഉം അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 5-ാം അധ്യായമാണല്ലോ നമ്മുടെ പഠനത്തിൽ എടുക്കുന്നത്. 4-ഉം 5-ഉം അധ്യായങ്ങൾ പഠിക്കുന്നതായ സമയത്ത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അടയാളങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വെളിപാട് പുസ്തകം പഠിക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന സിംബൽസ് ആൻഡ് സൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ സിംബൽസും ഓരോ സൈൻസിലും അന്നുണ്ടായിരുന്നതായ യഹൂദ മതത്തിലും അന്നുണ്ടായിരുന്ന പേർഷ്യൻ ബാബിലോണിയ മതങ്ങളിലും നിലനിന്നിരുന്നതായ അടയാളങ്ങളും അതിനെ വ്യക്തതയോടുകൂടെ ദൈവജനത്തിന്റെ വിശ്വാസ സമൂഹത്തിന്റെ രൂപീകരണത്തിനായി യോഹന്നാൻ ഉപയോഗിക്കപ്പെടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതായ പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആരാണ് എന്ന യോഹന്നാന്റെ ചോദ്യത്തിനും കരച്ചിലിനും നീ കരയേണ്ട എന്ന് പറയുന്നതായ മൂപ്പന്റെ മറുപടി, മൂപ്പന്മാരിൽ ഒരുത്തന്റെ മറുപടി വെളിപാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്പ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അറുക്കപ്പെട്ട കുഞ്ഞാട് ഒരു പുതിയ സാമൂഹിക ക്രമത്തെ രൂപീകരിച്ചവൻ. സ്ലോട്ടേഡ് ലാം, ഫോർമേഷൻ ഓഫ് എ ന്യൂ സോഷ്യൽ ഓർഡർ. അറുക്കപ്പെട്ട കുഞ്ഞാട് ഒരു പുതിയ സാമൂഹിക ക്രമത്തെ രൂപീകരിച്ചവൻ. വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ മൂപ്പന്മാരിൽ ഒരുവൻ പത്മോസിലായിരുന്നതായ യോഹന്നാനോട് പറയുന്നതായ ഉത്തരം ഇപ്രകാരമാണ്: കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ദ ലയൺ ഓഫ് ജൂഡ ആൻഡ് ദ റൂട്ട് ഓഫ് ഡേവിഡ്. യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുന്നതായ വാക്ക് നമുക്കറിയാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് തന്റെ പുത്രന്മാരെ എല്ലാം വിളിച്ച് അവരെ അരികിലിരുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്ന വാക്കാണ് യഹൂദ ഒരു ബാലസിംഹം ആയിരിക്കും.
ഈ യഹൂദ എന്ന് പറയുന്നതായ വ്യക്തിയെ നമ്മൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 29 അധ്യായത്തിന്റെ 35 വാക്യം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 29 വേഴ്സ് 35. യാക്കോബിന് ലേയയിൽ ജനിച്ചവനാണ് യഹൂദ. ലേയ എന്ന് പറയുന്നതായ വ്യക്തി വിരൂപിയാണ്, സൗന്ദര്യമില്ലാത്തവളാണ്, വൾണറബിളാണ്, വിക്ടിമൈസ്ഡ് ആകുന്നതായ വ്യക്തിത്വമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലേയയിൽ യാക്കോബിന് ജനിച്ചതായ മകൻ യഹൂദ. യഹൂദ ജനിച്ചു കഴിയുമ്പോൾ ലേയ പാടുന്ന ഒരു വീണ്ടെടുപ്പിന്റെ ഗാനമുണ്ട്. ഒറ്റ വാക്കിലാണ് ആ പാട്ട് നിർത്തിയത്: ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ യഹോവയെ സ്തുതിക്കും. വീണ്ടെടുപ്പിന്റെ ഏറ്റവും വലിയൊരു പാട്ട് അവിടെ പാടുകയാണ്. ആ വീണ്ടെടുപ്പിന്റെ ഗാനം വെളിപാട് പുസ്തകം 5 അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തതയോടുകൂടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. ഫ്രം ദ റൂട്ട് ഓഫ് ജെസേ, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. ഒരു ജനതയ്ക്ക് വീണ്ടെടുപ്പിന്റെ സന്ദേശം നൽകുന്നതായ വാക്കുകളെ നമുക്ക് കാണാൻ സാധിക്കും. യഹൂദ ചിന്താഗതികളിൽ മശിഹ എന്ന് പറയുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അധികാരത്തിന്റെയും മതാധികാരത്തിന്റെയും യഹൂദ ദേശീയതയുടെയും ദ നാഷണലിസം ഓഫ് ജുഡായിസം അതിൻ്റെയൊക്കെ നേർചിത്രമായിരുന്നു. എന്നാൽ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ, 5 അധ്യായത്തിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ കാണുന്നതായ ദർശനം എ സ്ലോട്ടേഡ് ലാംബ് ആണ്. എ സ്ലോട്ടേഡ് ലാംബ് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമാണ് ഗ്രിഗറി സ്റ്റീവൻസന്റെ എ സ്ലോട്ടേഡ് ലാംബ്, റെവലേഷൻസ് ആൻഡ് അപ്പോക്കാലിപ്റ്റിക് റെസ്പോൺസ് ടു ഈവിൽ ആൻഡ് സഫറിംഗ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഗ്രിഗറി സ്റ്റീഫൻസ് പറയുന്നതായ ഒരു വാക്യമുണ്ട്: ദ lamb is the embodiment of the lion, not its replacement. The lamb is the embodiment of the lion, not its replacement. കുഞ്ഞാട് സിംഹത്തിന്റെ രൂപമാണ്, അതിനെ മാറ്റിവെക്കുന്നതല്ല. അപ്പൊ യോഹന്നാൻ കണ്ടതായ ദർശനത്തിൽ സ്ലോട്ടേഡ് ലാംബ്, ഈ കുഞ്ഞാട് അറുക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതരാഷ്ട്രീയ അധികാരികളെ വെല്ലുവിളിച്ചത് കൊണ്ടാണ്. He challenged the authorities of the Judaism and the Roman Empire. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞാട് അറുക്കപ്പെടുവാനുള്ള കാരണം it is a violent act of the empire and the religious authorities ആണ്. വെളിപാട് പുസ്തകം 6 അധ്യായം 4 വാക്യവും 9 വാക്യവും, 13 അധ്യായം 3 വാക്യവും, 18 അധ്യായം 24 വാക്യവും, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 52 അധ്യായം 10 വാക്യവും ഈ ഒരു സംഭവത്തെ വളരെ വ്യക്തതയോടെ വർണ്ണിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നിത്യാവിശ്വാസ പ്രമാണം നമ്മൾ പഠിക്കുന്നതായ സമയത്ത് നിത്യാവിശ്വാസ പ്രമാണം ഓരോ ആരാധനയിലും ഓരോ കൂദാശയിലും നമ്മൾ ഏറ്റുപറയുമ്പോൾ വളരെ വ്യക്തതയോടെ നമ്മൾ പറയുന്ന വാക്കുണ്ട്: പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ കഷ്ടത അനുഭവിച്ച് മരിച്ച് അടുക്കപ്പെട്ടവൻ. പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ടവൻ. അധികാരികളുടെ മുമ്പിൽ അവൻ മരണപ്പെട്ടവനാണ്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയതായ 1 ലേഖനം 15 അധ്യായം 3-4 വാക്യം, ഇത് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സസ് 3 and 4. ആ വാക്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ക്രീഡ് ഓഫ് ദി ഏർലി ചർച്ച് ആണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സസ് 3 and 4 ഇത് ക്രീഡ് ഓഫ് ദി ഏർലി ചർച്ച് ആണ്. അവിടെ പറയുന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ അടുക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ ടെക്സ്റ്റ് പഠിക്കുന്നതായ സമയത്ത് വെളിപാട് പുസ്തകം 5 അധ്യായം 6 വാക്യത്തിലേക്ക് വരുമ്പോൾ
കുഞ്ഞാട് എന്ന് പറയുന്നതായ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നതായ ഗ്രീക്ക് പദമെന്ന് പറയുന്നത് അർണിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. അർണിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് ലാംബ് എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്ക് പദത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് അമ്നോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്, രണ്ട് അർണിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിലും 36-ാം വാക്യത്തിലും, അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായം 32-ാം വാക്യത്തിലും, 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും അവിടെ കാണുന്നത് അമ്നോസ് എന്ന് പറയുന്ന പദമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അമ്നോസ്റ്റോത്തിയോന്ന ദൈവ കുഞ്ഞാട് എന്ന് പറയുന്ന വാക്കാണ്. എന്നാൽ ഇവിടെ വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ അമ്നോസ് എന്ന് പറയുന്ന പദമല്ല ഉപയോഗിക്കുന്നത്, അർണ്യോൺ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അർണ്യോൺ എന്ന് പറയുന്ന പദം ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹി ഈസ് നോട്ട് ഡെഡ്, ഹി ഈസ് സ്റ്റിൽ എലൈവ് എന്ന് പറയാനായിട്ട് വേണ്ടിയാണ്. ഈ കുഞ്ഞാട് എന്ന് പറയുന്ന, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത്, ഹി ഈസ് നോട്ട് ദ ഡെഡ് വൺ, അവൻ മരിച്ചവനല്ല, ഹി ഈസ് സ്റ്റിൽ എലൈവ്, അവൻ ഇന്നും ജീവിക്കുന്നവനായ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനെന്നും ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവെന്നും നൈസ്യൻ ക്രീഡിൽ വളരെ വ്യക്തതയോടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ വളരെ വ്യക്തതയോടെ ഈ മുദ്ര പൊട്ടിക്കാൻ ഹി ഈസ് വർത്തി, അവൻ യോഗ്യനാണ് എന്ന് പറയാനുള്ളതായ കാരണം, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുന്നവനായ ദൈവം. അതെനിക്ക് വിശ്വാസ പ്രമാണത്തിൽ വളരെ വ്യക്തതയോടുകൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പഠിക്കുന്നതായ സമയത്ത് തുടർന്ന് കാണാൻ സാധിക്കുന്നതായ സംഭവം എന്ന് പറഞ്ഞാൽ 7 horns and 7 eyes ആണ്. 7 കൊമ്പുകളും 7 കണ്ണുകളും ഉള്ളവൻ. നമുക്കറിയാം 7 എന്ന് പറയുന്ന വാക്ക് പൂർണ്ണതയുടെ വാക്കാണ്. ഈ ഐസ് ആൻഡ് ഹോൺ, കൊമ്പുകളും കണ്ണുകളും എന്ന് പറയുന്നത്, ദാറ്റ് ഇമേജ് യൂസസ് ദ പവർ ആൻഡ് ദ അതോറിറ്റി ഓർ ദ സ്ട്രെങ്ത് ആണ്. അതുകൊണ്ടാണ് ഗ്രിഗറി സ്റ്റീവൻസ് അങ്ങനെ പറഞ്ഞത്, ദ ലാംബ് ഈസ് ദ എംബോഡിമെന്റ് ഓഫ് ദ ലയൺ എന്ന് പറയാൻ കാരണം. ഈ ഹോൺ ആൻഡ് ഐസ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, കൊമ്പുകളും കണ്ണുകളും എന്ന് ഉപയോഗിക്കുമ്പോൾ, ഇറ്റ് സിഗ്നിഫൈസ് ദ പവർ ആൻഡ് ദ സ്ട്രെങ്ത് ആണ്. അറുക്കപ്പെട്ട കുഞ്ഞാട്, he demolished the imperial cult and the imperial power. He demolished the imperial cult and the imperial power and he opened a new social order. ഒരു പുതിയ സാമൂഹിക ക്രമത്തെ അറുക്കപ്പെട്ട കുഞ്ഞാട് വ്യക്തതയോടുകൂടെ ലോകത്തിന്റെ മുമ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നിത്യാവിശ്വാസ പ്രമാണം പഠിക്കുന്നതായ സമയത്ത് നിത്യാവിശ്വാസ പ്രമാണവും ഒരു പുതിയ സാമൂഹിക ക്രമത്തെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഉയരേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്നത്തെ ലോകക്രമത്തിൽ ഒരു പുതിയ സാമൂഹിക ക്രമം രൂപീകരിക്കുവാൻ പട്ടത്ത സമൂഹമാകുന്ന നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ? ഇന്നത്തെ ലോകത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മൾ പോകുമ്പോൾ ഒരു പുതിയ സാമൂഹിക ക്രമം രൂപീകരിക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ? 2, അറുക്കപ്പെട്ട കുഞ്ഞാട് നവഭാഷയും ആരാധന ശൈലിയും രൂപപ്പെടുത്തിയവൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് നവഭാഷയും ആരാധന ശൈലിയും രൂപപ്പെടുത്തിയവൻ. സ്ലോട്ടേഡ് ലാം, formation of a new language and new worship pattern. വെളിപാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങൾ നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇത് രാജാധികാരത്തിന്റെ ഭാഷയെയും ആരാധനാ രീതികളെയും പ്രതിരോധിക്കുന്ന അധ്യായങ്ങളാണ്. പുതിയൊരു ലിറ്റർജി ഫോം ചെയ്യുകയാണ്. രാജാധികാരത്തിന്റെ ഭാഷ അതിന് വ്യത്യസ്തമായി മുറിവേറ്റവന്റെ അല്ലെങ്കിൽ മുറിവേറ്റവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം എന്നുള്ളത്. വ്യത്യസ്തമാകുന്ന ലിറ്റേർജിക്കൽ അഫോർമേഷൻസ് വെളിപാട് പുസ്തകത്തിലുണ്ട്.
എല്ലാം ഞാൻ വിവരിക്കുന്നതിൽ 1-2 ഭാഗം മാത്രം പറയാം. 4-ാം അധ്യായം 2 മുതൽ 11 വരെ, 5-8 മുതൽ 14 വരെ, 7-9 മുതൽ 17 വരെ, ഇനി അവസാനത്തിൽ വരുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊക്കെ. ഇതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നതായ സമയത്ത്, വെളിപാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് എ ന്യൂ സോങ് എന്ന് പറയുന്ന വാക്കാണ്. എ ന്യൂ സോങ്, പുതിയ പാട്ട്. ന്യൂ എന്ന് പറയുന്ന വാക്കിന് 2 ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ്, നിയോസ് ആൻഡ് കൈനോസ്. നിയോസ് എന്ന് പറയുന്നതായ വാക്ക് സൂചിപ്പിക്കുന്നത് ഇൻ ദ സെൻസ് ഓഫ് റീസെന്റ് ഓർ യങ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ പുതിയ അച്ഛൻ എന്ന് പറയുന്നൊരു വാക്ക്. നിയോസ്, പുതിയത്, ഇപ്പോൾ ഉണ്ടായത് എന്ന് പറയുന്നൊരു സംഭവമാണ്. പുതിയത് എന്ന് പറയുന്ന വാക്കാണ്. എന്നാൽ കൈനോസ് എന്ന് പറയുന്ന വാക്കിന് വ്യത്യസ്തതയുണ്ട്. കൈനോസ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ വെച്ചിരുന്ന കൈനീൻ എന്ന് പറയുന്ന വാക്കാണ്. പുതിയത് എന്ന് പറയുന്ന വാക്കിന് റിന്യൂവൽ ഓർ കംപ്ലീറ്റ്ലി എ ന്യൂ ക്രിയേഷൻ എന്ന് പറയുന്ന വാക്കാണ്. റിന്യൂവൽ ഓർ കംപ്ലീറ്റ്ലി എ ന്യൂ ക്രിയേഷൻ, അൺയൂസ്ഡ്, അൺവോൺ. മറ്റു ഇതിൽ പറഞ്ഞാൽ നോട്ട് ഫൗണ്ട് എക്സാക്ട്ലി ലൈക്ക് ദിസ് ബിഫോർ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്ന് കണ്ടിട്ടേയില്ല. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ ഗാനം. മറ്റൊരു പറഞ്ഞാൽ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ പാട്ട് എന്ന് പറയുന്നത് എ ന്യൂ സോങ് ഓഫ് ദ ന്യൂ എക്സഡസ് ആണ്. ഇറ്റ് ഈസ് എ ന്യൂ സോങ് ഓഫ് ദ ന്യൂ എക്സഡസ്. പുതിയ പുറപ്പാടിന്റെ പുത്തൻ ഗാനം പാടുന്നതായ ജനം. പുതിയ പുറപ്പാടിന്റെ പുത്തൻ ഗാനം പാടാൻ ഒരു പുതിയ ഭാഷ രൂപീകൃതമാക്കുകയാണ്. എ ന്യൂ ലാംഗ്വേജ് ദേ ഫോംഡ്. ഈ ന്യൂ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂ ഐഡന്റിറ്റിയാണ്. ഇതൊരു പുതിയ വ്യക്തിത്വത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ ഈ വെളിപാട് പുസ്തകം പഠിക്കുന്ന സമയത്ത് ക്രോസിനെ കുറിച്ച് തന്നെ പറയുന്നത് ക്രോസ് ഈസ് ദ ന്യൂ എക്സഡസ് എന്നാണ് പറയുന്നത്. And this new song or the new language leads to a new identity. That identity challenged or resist is the identity of the Roman imperialism. Is the identity of the Jewish imperialism. Is the identity of the philosophical worldview of the first century. ഒരു പുതിയ വ്യക്തിത്വം രൂപീകൃതമായിട്ട് തീരുക. ഈ രാജാധികാരത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവ് ലാംഗ്വേജ് ആണ്. രാജാധികാരത്തിന്റെ ഭാഷ എക്സ്ക്ലൂസീവ് ലാംഗ്വേജ് ആണ്. അതൊരു എലീറ്റ് ലാംഗ്വേജ് ആണ്, ഒരു എലീറ്റ് ഭാഷയാണ്. എന്നാൽ കുഞ്ഞാടിന്റെ ഭാഷ എന്ന് പറയുന്നത്, ഇത് സ്ലോട്ടേഡ് ലാമ്പിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്ലൂസീവ് ലാംഗ്വേജ്, ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ദി ഇൻക്ലൂസീവ് വൺ. ഇതെല്ലാരെയും ഉൾക്കൊള്ളുന്ന, എല്ലാരെയും കൂടെ നിർത്തുന്നതായ ലാംഗ്വേജ് ആണ്. അതാണ് ഇന്നലത്തെ കീനോട്ട് അഡ്രസ്സിൽ വളരെ വ്യക്തതയോടുകൂടെ നമ്മളോട് പറയുവാനായിട്ട് വേണ്ടി ശ്രമിക്കുന്നത്. ഈ പാട്ടുപാടുന്ന അല്ലെങ്കിൽ ഈ പുതിയ ഭാഷ സംസാരിക്കുന്ന ഈ ജനമെന്ന് പറയുന്നത് ദേ ആർ ദി ഓർഡൈൻഡ് കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം പറയുന്നത് ദൈവത്തിന്റെ ജനം, ദേ ആർ ദി ഹോളി പ്രീസ്റ്റ്ഹുഡ്, ഓർഡൈൻഡ് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുവാനുള്ളതായ സംഭവം. 9-ാമത്തെ വാക്യം പഠിക്കുന്നതായ സമയത്ത് നമുക്ക് കാണുന്ന ഒരു എക്കണോമിക് ടേം ഉണ്ട്. ആ ടേം എന്ന് പറയുന്നത് ഇഗോറാസസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പർച്ചേസ്ഡ് ഓർ റെഡീംഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വില കൊടുത്തു വാങ്ങുക, ഒരു എക്കണോമിക് ടേമാണ് ഉപയോഗിക്കുന്നത്. ഈ വില കൊടുത്തു വാങ്ങുക എന്ന് പറയുന്നത് യേശുക്രിസ്തു തൻ്റെ ജീവനെ വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു തൻ്റെ ജീവനെ വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നൈസിൻ ക്രീഡിൽ, വിശ്വാസ പ്രമാണത്തിലും നമ്മുടെ രാവിലത്തെ ആരാധനയിലും വളരെ വ്യക്തതയോടെ പറഞ്ഞത് പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രം. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമെന്ന പ്രഖ്യാപനം നടത്തപ്പെടുകയാണ്. 9-ാമത്തെ വാക്യം വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നതായ സമയത്ത് അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട്. എസ്ഫാഗമെനോൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കും. എസ്ഫാഗമെനോൻ അതൊരു പെർഫെക്റ്റ് പാസീവ് പാർട്ടിസിപ്പിൾ ആണ്. സ്ലോട്ടേഡ് എന്ന് പറയുന്നത് ഹാവിംഗ് ബീൻ സ്ലോട്ടേഡ്.
ഈ ഹാവിംഗ് ബീൻ സ്ലോട്ടേഡ് എന്ന് പറയുന്ന വാക്ക് പെർഫെക്റ്റ് പാസീവ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പാസ്റ്റ് ആക്ഷൻ ദാറ്റ് ഹാസ് എ കണ്ടിന്യൂയിങ് റിസൾട്ട് ഇൻ ദ പ്രസന്റ് എന്നുള്ളതാണ്. എ പാസ്റ്റ് ആക്ഷൻ ദാറ്റ് ഹാസ് എ കണ്ടിന്യൂഡ് റിസൾട്ട് ഇൻ ദ പ്രസന്റ്. ഒരു പാസ്റ്റ് ആക്ഷൻ കാൽവരി ക്രൂസിൽ യാഗമായി തീർന്നത് ഇതിന് ഇന്ന് ഒരു പ്രസന്റ് മീനിങ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് റിഡംഷൻ എന്ന് പറയുന്നത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് മാറുന്നത്. ഇത് റിഡംഷൻ ഓർ ദ റിഡീമർ ഈസ് സ്റ്റിൽ റിഡീമിംഗ് ദ വേൾഡ്. ദ റിഡീമർ ഈസ് സ്റ്റിൽ റിഡീമിംഗ് ദ വേൾഡ്. വീണ്ടെടുപ്പുകാരൻ ഇന്നും ലോകത്തെ പുതുതാക്കുന്ന, ലോകത്തെ നവീകരിക്കുന്ന, ലോകത്തെ വീണ്ടെടുക്കുന്നതായ വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഇവൻ ഹീസ് വർത്തി എന്ന് പറയുന്നത്. 12-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവൻ വർത്തിയാണ്. ഓണർ ആൻഡ് ഷെയിം കൾച്ചർ നിന്നിടത്താണ് വർത്തി എന്ന് പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം പോകുന്നില്ല. ഓണർ ആൻഡ് ഷെയിം നിന്നിടത്ത് വർത്തി എന്ന് പറയുന്ന ഓണർ കൾച്ചർ ആകുന്നുവെങ്കിൽ, മരത്തിൽ തൂക്കപ്പെട്ടവനൊക്കെ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്ന ഷെയിം കൾച്ചറിൽ രാജാധികാരത്തിന്റെ വർത്തിയെ, രാജാധികാരത്തിന്റെ ആക്സിയോൺ എന്ന് പറയുന്ന വാക്കിനെ വെളിപാട് പുസ്തകം ചലഞ്ച് ചെയ്യുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹിസ് വർത്തിനെസ് സ്റ്റെംസ് ഫ്രം ഹിസ് സിൻലെസ് ലൈഫ്, ഹിസ് സാക്രിഫിഷ്യൽ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ആൻഡ് ഹിസ് വിക്ടറി ഓവർ സിൻ ആൻഡ് ഡെത്ത്. അതിലൂടെ ഒരു പുതിയ ലാംഗ്വേജ്, ഒരു പുതിയ ആരാധന ശൈലി രൂപീകൃതമാക്കുകയാണ്. ഒരു പുതിയ ആരാധന ശൈലി, ഒരു പുതിയ വർഷിപ്പ് പാറ്റേൺ രൂപീകൃതമാകുകയാണ് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് അവസാനിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ആമേൻ എന്ന് പറയുന്നൊരു വാക്കാണ്. വെളിപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം 14-ാം വാക്യത്തിലും 5-ാം അധ്യായം 14-ാം വാക്യത്തിലും 19-ാം അധ്യായം 4-ാം വാക്യത്തിലും 22-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലും ഈ വാക്ക് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഈ വാക്ക് ഉപയോഗിക്കുന്നത്, ആമേൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഇറ്റ് അഫേംസ് the glory and power of God. It affirms the glory and power of God. Or it symbolizes He is God's perfect and final revelation. Jesus Christ, the slaughtered lamb, the Lion of Judah, the root of Jesse, He is God's പെർഫെക്റ്റ് ആൻഡ് ഫൈനൽ റെവലേഷൻ. ദൈവത്തിൻ്റെ പൂർണ്ണവും അന്തിമവുമായ വെളിപ്പാട് ക്രിസ്തുവിലൂടെ സാധ്യമാകുകയാണ്. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ നിലനിന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അവൻ പൂർണ്ണ ദൈവമാണോ പൂർണ്ണ മനുഷ്യനാണോ? വെളിപാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഹി ഈസ് ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി ഹ്യൂമൻ. He is fully God and fully human. നിത്യാവിശ്വാസ പ്രമാണം ഉയർത്തിയതായ വെല്ലുവിളിയുടെ മുഖത്ത് വളരെ വ്യക്തതയോടെ പറയുകയാണ്, He is fully God and fully human. ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. നിബിന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനായ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തുവിനെ കാതോലിക്കവും അപ്പോസ്തോലികവുമായ ഏകവിശുദ്ധ സഭയിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് ഏറ്റുപറവാൻ സാധ്യമായിട്ട് തീരണം. നിബിന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവൻ, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ആ ക്രിസ്തുവിനെ ഈ വിശുദ്ധ സഭയുടെ വിശ്വാസ സമൂഹമാകുന്ന നമ്മൾക്ക് ഏറ്റുപറവാൻ സാധിക്കണം. 2 ചിന്തകൾ, സ്ലോട്ടേഡ് ലാംബ്, ഫോർമേഷൻസ് ഓഫ് ദ ഫെയ്ത്ത് എന്ന് പറയുന്നതായ ചിന്തയിൽ നിന്നുകൊണ്ട് 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു. സ്ലോട്ടേഡ് ലാംബ്, ഫോർമേഷൻ ഓഫ് എ ന്യൂ സോഷ്യൽ ഓർഡർ, ഫോർമേഷൻ ഓഫ് എ ന്യൂ ലിറ്റർജി ആൻഡ് ലാംഗ്വേജ്. അറുക്കപ്പെട്ട കുഞ്ഞാടിലൂടെ വിശുദ്ധമായിരിക്കുന്നതായ പുതിയ സാമൂഹിക ക്രമമായ നവഭാഷയുടെ ആരാധന ശൈലിയിലുള്ള സഭ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപനം സങ്കോചം കൂടാതെ പറവാൻ, ആ പ്രഖ്യാപനത്തിൽ ജീവിക്കുവാൻ സാധിക്കണം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ
നമ്മുടെ ഭാഷയും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ആരാധനാ ശൈലിയും വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ നമ്മൾക്ക് സാധ്യമായിട്ട് തീരണം. ആ മടങ്ങി വരവ് അറുക്കപ്പെട്ട കുഞ്ഞാട് ലോകത്തിൻ്റെ രക്ഷകനെന്ന അടിയുറച്ച വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി, ജീവിക്കുന്ന സാക്ഷ്യമായി, നിത്യാവിശ്വാസ പ്രമാണം സഭ ഉയർത്തിയതായ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ലോകത്തോട് പറവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ. താങ്ക് യു.